നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രസത്തെക്കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ രുചികരമായി എങ്ങനെ രസം തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ചോറിനൊപ്പം ഒഴിച്ചുകൂട്ടാവുന്ന ഒരു കറി പോലെ മാത്രമല്ല നമ്മൾ രസം ഉപയോഗിക്കാറുള്ളത്. ജലദോഷം, തൊണ്ടവേദന ഒക്കെയുള്ള വരുന്ന സമയത്ത് നമ്മൾ ഒരു ഔഷധം പോലെയും ഈ രസം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ വെറുതെ അടച്ചു വെച്ചാൽ മതി, ഇത് വെന്ത് കിട്ടും കേട്ടോ. രസം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 അല്ലി വലിയ വെളുത്തുള്ളിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, മുഴുവൻ മല്ലി ഉള്ളവർക്ക് മുഴുവൻ മല്ലി എടുക്കാം, അതാണ് കുറച്ചും കൂടി നല്ലത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇത്. നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കാം കേട്ടോ. രസമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രമാണ് ഉലുവ ചേർക്കുന്നത് കേട്ടോ, വളരെ കുറച്ച് മാത്രം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാലകൾ, നമ്മൾ വെളുത്തുള്ളി, ജീരകം, കുരുമുളക് എല്ലാം കൂടി ചേർത്ത് ചതച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നായി വരുമ്പോൾ നമുക്ക് നേരത്തെ ഒരു തക്കാളി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളി ഞാൻ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ തക്കാളി വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഉടച്ച് എടുത്തിട്ടുള്ളതാണ്. തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതുവരെയും ഇത് തിളച്ച് വന്നിട്ടില്ല കേട്ടോ. ഞാനിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് തിളച്ച് വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അതെല്ലാവരും ചെയ്യുന്നതല്ല, ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് താല്പര്യമില്ല. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാറുണ്ട്. പരിപ്പ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഞാനിതിലേക്ക് ചേർക്കാറുണ്ട്. അത് ഒരു പ്രത്യേക രുചിയാണ് രസത്തിൽ പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ രസം തിളച്ചിട്ടില്ല കേട്ടോ. രസം ഒരുപാട് തിളക്കരുത്. ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടിയിടുന്നുണ്ട്. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കായത്തിൻ്റെ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾഡ്, ചുമ, തൊണ്ടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് രസം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് രസം. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നുമാണിത്. രസം ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരല്പം ശർക്കര, എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത്. ശർക്കര പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിയില ചേർത്തിട്ടില്ല. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടിപൊളി രസം തയ്യാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.